ഇനിയിപ്പോ എന്താ? യാത്ര മരണത്തിലേക്കാണോ? മരണത്തെപ്പറ്റി ചിന്തിക്കുക. കുറെ വയസ്സന്മാരുടെ ചിന്ത ഇതാ. യഥാർത്ഥത്തിൽ വൃദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം ഇനി നിങ്ങൾ പഠിക്കണം. വൃദ്ധൻ എന്ന് പറയുന്നത് വയോവൃദ്ധനല്ല, പഞ്ചമഹാവൃദ്ധന്മാരുണ്ട്. 5 തരത്തിൽ വൃദ്ധന്മാരുണ്ട്. 1 ധനവൃദ്ധൻ, പണമുണ്ടാക്കിയവൻ. 2 കുലവൃദ്ധൻ, മക്കളും മക്കളുമായിട്ട് ഒരുപാട് ആളുകളെ ഉണ്ടാക്കിയവൻ. 3 വിദ്യാവൃദ്ധൻ, ഒരുപാട് പഠിച്ചവൻ. 4 ജ്ഞാനവൃദ്ധൻ, പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ആ പഠിച്ചതിൽ നിന്ന് പുതിയതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവൻ, അതാണ് ജ്ഞാനവൃദ്ധൻ. 5ാമത്തത് വയോവൃദ്ധൻ. വയോവൃദ്ധൻ എന്ന് പറയുന്ന 5 വൃദ്ധന്മാരിൽ 1 മാത്ര. വയോജനങ്ങളെ വിളിക്കുന്ന ഇംഗ്ലീഷ് പേര് സീനിയർ സിറ്റിസൺ എന്നല്ലേ? എന്താ ഈ സീനിയർ? സീൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ്. സീനിയർ എന്ന് പറഞ്ഞാൽ കാഴ്ച കൂടുതൽ കണ്ടവനാണ്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടവർ, ഒരുപാട് അനുഭവിച്ചവരാണ്. ഈ അനുഭവത്തിന്റെ പക്വത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തെ സർഗാത്മകമാക്കണം. ഈ ഭൂമി നിങ്ങൾ ഒരിക്കലും നരകമാണെന്ന് പ്രാർത്ഥിക്കരുതേ. ഈ ഭാരതത്തെ നശിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ തന്നെ കരകയറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. നോ നോ, ഇത് നരകമാണെന്ന് പഠിപ്പിച്ച ഏതാ സ്വർഗം? വേറെ എവിടെയാണ് സ്വർഗം? അല്ലേ? പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം. കേട്ടിട്ടുണ്ടോ? ഇന്ന് ക്രിസ്തുമസാൻ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൽ താരയിൽ വന്നൻ അഴലിൻ പൂങ്കി എന്തോ ആ വാക്ക് മറന്നുപോയി, മാറ്റി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? ആ പാട്ടിലൊരു വരി, അപ്പനി നീരു വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം. ഈ പനിനീർ പൂക്കൾ വിരിയുന്ന, മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും പനിനീർ പൂവ് ഉണ്ടായിരുന്നില്ലേ? മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും പ്രഭാതങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രഭാതത്തിൽ നീലഗിരിക്കുന്നിലെ ചുറ്റിപ്പറക്കുന്ന ജ്വാലാമുഖികളായ മേഘങ്ങളോട് സുപ്രഭാതം പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നീലഗിരിക്കുന്നുകളെ ചുറ്റിപ്പറക്കുന്ന മേഘങ്ങളുടെ ഒരു ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോ ഒരു ഭാഗത്ത് മാത്രം സൂര്യന്റെ പ്രകാശം തട്ടിയിട്ട് ജ്വാലാമുഖികളായ മേഘങ്ങളോട് സുപ്രഭാതം സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം എന്ന് പാടാൻ ജയചന്ദ്രൻ ഉണ്ടായിരുന്നില്ല, എഴുതാൻ വയലാറുണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നതെന്തിനാ? ഈ സ്വർഗത്തെ കാണാനാ. അതുകൊണ്ട് സ്വർഗത്ത് നിന്ന് അങ്ങ് കെട്ടിയെടുക്കണമേ എന്നല്ല യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്, നിന്റെ രാജ്യം ഇങ്ങോട്ട് വരേണമേന്നാ, ഇങ്ങോട്ട് വരേണമേന്നാ. ഇത് നരകമല്ല. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? സ്വർണ്ണമരാളങ്ങളുണ്ടോ? ഉണ്ടോ? വേറെ ഏടെങ്കുണ്ടോ? ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നിട്ട് ഇത് നരകമാണെന്ന് പറഞ്ഞവനെ വെടിവെച്ച് കൊല്ലണം. അതുകൊണ്ട് ഈ ഭൂമി ഇന്ന് കെട്ടിയെടുക്കണേന്നല്ല. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി എന്ന് പ്രാർത്ഥിക്കുക. ഇനിയുള്ള സായാന്തനത്തിലുള്ള സൂര്യന് സായന്തനമാണ് സുന്ദരം, അല്ലേ? നിയത ചരമയാനൻ ഓജക്ഷയ ദയനീയനഹസ്കരൻ തലോടി, അല്ലേ? പ്രിയമൊടു ഭൂമിയെ അങ്ങുമിങ്ങും. ലീല, ആശാന്റെ ലീലയിലെ വരിയലാണ്. സന്ധ്യക്ക് ആ സൂര്യൻ ഭൂമിയെ തലോടിയിട്ട് കൈ പിൻവലിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു വികാരമുണ്ട്, ആ ഒരു ചുവപ്പുണ്ട്, ആ ഒരു ആർദ്രതയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലം എത്ര വയസ്സുവരെ ജീവിക്കട്ടെ, ഇനിയുള്ള കാലം രസകരമാക്കുക. അല്ലാതെ ഇനി എന്തെല്ലാം പോക്കാപ്പാ,
എന്ത് സുഖം, എന്താ എങ്ങനെയുണ്ട് ആരോഗ്യം? എന്ത് സൂക്കേട്, എന്ത് ആരോഗ്യം, എപ്പം നോക്കിയാലും പനി ചീനി. ഇങ്ങനെ സ്ഥിരം സൂക്കേട് പറയുന്നവരെ ഒരിക്കലും സൂക്കേട് വിട്ടുപോകില്ല. ഈ പനി കുരു എന്ന് പറഞ്ഞ രണ്ടാ, കുരു എന്നെല്ലാം പറഞ്ഞൊരു അസുഖമില്ലേ? ഇവർ രണ്ടാളും ചങ്ങാതിമാരാ. കർക്കട മാസത്തിൽ രണ്ടും പുറപ്പെട്ട് നാട്ടുകാർക്ക് വരാൻ. പനി കയറിയത് അലക്കുകാരിന്റെ വീട്ടില്, കുരു കയറിയത് ഏറ്റുകാരന്റെ വീട്ടില്. ഏറ്റുകാരന്റെ തുടക്ക് കുരു പൊന്തി, അലക്കുകാരന്റെ കുട്ടിക്ക് പനി വന്നു. പനിക്ക് പരമസുഖോ. ആർത്ത നാട്ടിലുള്ള മുഴുവൻ തുണി ആടെയുണ്ട്. ഒന്നെടുത്ത് മാറുമ്പോൾ മറ്റേതെടുത്ത് പുതപ്പിച്ച് പനി ഒരാളെ കഴിഞ്ഞ് മറ്റേക്ക് എല്ലാവർക്കും പനി പിടിക്കുക. പക്ഷെ ഏറ്റുകാരന് ചെത്തുകാരന് ഓന് ചെത്താണ്ടിരിക്കാൻ പറ്റുമോ? ഓൻ കുരുവിനെ മൈൻഡ് ചെയ്യാതെ കാലെടുത്ത് തലേന്റെ മേലെ വെച്ചിട്ട് കയറി നാട്ടില്ലേ. കുരു തുള്ളി പാഞ്ഞിട്ട് പനിയോട് ചോദിച്ചു, നീ വരുന്നോ? എനക്കിടെ പരമസുഖ, കുരു പോയി. രോഗത്തെ നിങ്ങൾ പരിഗണിക്കും പോലെ ആ രോഗം നമ്മളെ കൂടെ നടക്കുക. രോഗം മനസ്സിനാണ്. ആ മനസ്സ് സന്തോഷപ്രദമാക്കുക, ആർദ്രമാക്കുക. എങ്ങനെ മനസ്സ് സന്തോഷപ്രദമാക്കും? അതിനുള്ള മാർഗങ്ങൾ എന്താ? അതിന് എത്രയെത്ര മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് പ്രധാനം നിങ്ങളുടെ സമ്പത്താണ്, അല്ലേ? പൈസ ഉണ്ടോ? സന്തോഷമുണ്ട്. പക്ഷെ പൈസ ഉണ്ടായിട്ട് സന്തോഷം ഉണ്ടാവില്ല. ആ പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാ. ഞാൻ ഈ പെൻഷൻകാരോടെല്ലാം സമ്മേളനത്തിൽ പറയാറുണ്ട്, നിങ്ങളെ പെൻഷന്റെ പൈസ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് ഒരു കുപ്പായ ഇടൂല. ഇപ്പൊ പൊന്നാടി അണിയിച്ചത് അട്ടിയിട്ട് അട വെക്കൂ. ചില വീട്ടിലില്ലേ ഈ പ്രൈസ് കിട്ടിയ പ്ലേറ്റും ഗ്ലാസും മറ്റേ കപ്പെല്ലാം ഉണ്ടാവും അലമാരയിൽ അട്ടി വെച്ചിട്ട്, ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ വീട്ടിൽ ആരാൻ്റെ വൃത്തികെട്ട പഴയ കുപ്പി പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും. ആരും വരാനില്ല. നിങ്ങളുടെ വീട്ടിലെ VIP നിങ്ങളാ. അവിടുത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ. വീട്ടിലിരുന്നാലും വേടിയും പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇടേണ്ടതാണോ നല്ല ഡ്രസ്സ്? വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല്? എന്റെ നാട്ടിൽ മാലൂർ ഒരു കാതറാജി ഉണ്ട്, വലിയ കൊലപ്പാട്ടക്കാരനാ, ഈ നേന്ത്രക്കൊലേന്റെ പാട്ടക്കാരൻ. ഇയാൾ ഒരു ദിവസം കാഞ്ഞങ്ങാട് വെച്ച് കണ്ട് കാതറാജി നോക്കുമ്പോ കംപ്ലീറ്റ് കറ പരങ്ങിയിട്ടുള്ള ഒരു ചാർട്ടും മുണ്ടു. ഞാൻ ചോദിച്ചു, അല്ല കാതറാജിക്ക് നിങ്ങളെത്ര വലിയ പൈസക്കാരനാ, എന്നിട്ട് ഇങ്ങക്ക് മര്യാദയ്ക്ക് ഒരു ഷർട്ടും മുണ്ട് ഇട്ടൂടെ ഇങ്ങക്ക്? അപ്പൊ കാതറാജിക്കാ പറയാ, ഞാൻ ഈടെ ആയിരിക്കാ മോനെ അറിയാവുക, ഈടെ ഞാൻ നല്ല ഇട്ടിട്ട് എന്താ കാര്യോ? നല്ല ഇട്ടിട്ട് എന്താ കാര്യം? അന്നെ ഈടെ ആർക്കും അറിയാവോ? ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ കൂത്തുപറമ്പിൽ ഇതേ വസ്ത്രം ഇട്ടിട്ട്. ഞാൻ ചോദിച്ചു, അല്ല കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞു, നിങ്ങൾ ഈടെ ആയിരിക്കും അറിഞ്ഞൂടാ? ഈടെ ഇങ്ങക്ക് എല്ലാവർക്കും ഇങ്ങളെ അറിയില്ലേ? പിന്നെന്താ നിങ്ങൾ അത് തന്നെ ഇട്ട്? അന്നേരം അയാൾ പറയാം, അതെ ഈടി എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്ത, പിന്നെ ഈ കുപ്പായം കണ്ടിട്ട് തന്നെ ഈടി എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല, നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, എന്റെ സംതൃപ്തിക്കാൻ. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക. പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി നിങ്ങൾ എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. മര്യാദയ്ക്കൊന്നും തിന്നാണ്ട്, മര്യാദയ്ക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ടോ നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് മൂക്കിൽ വലിക്കാനില്ല. അത് നാട്ടിലൊരു ചൊല്ലില്ലേ, ഉറുമ്പ് അരിച്ചു കൊണ്ടുവച്ചത് കാക്കൊരു കോരലിനെ ഉള്ളൂന്ന്. പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഇരുട്ടിന്നൊരു രക്ഷിതാവ് പറയാ, എന്നോട് മോൻ ചോദിക്കുക, ലുലു മാളിൽ ടൂർ പോയിക്കോട്ടെ, ആയിക്കോട്ടെ, എത്ര പൈസ വേണ്ട? 1 ലക്ഷം ഉറുപ്പിയാണ്. 1 ലക്ഷം ഉറുപ്പിയ ടൂർ പോയാൽ? 1 ലക്ഷം ഉറുപ്പിയ ഇല്ലാണ്ട് ആടെ പോയിട്ട് എന്തെന്ന് വാങ്ങാനാന്നായിരുന്നു. പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസയല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല. അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആകോലിയും കൂട്ടി ചോറ് തിന്നാ. ഇപ്പൊ ആനക്ക് മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഈടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു തന്നെ. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. ഈടെന്ന് ഊഹം വെച്ചടിച്ചു വിടുന്ന. ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 48,27,23,412 നക്ഷത്രമുണ്ട്. കൃത്യം എല്ലാം ഗണ്ണിക്കോ, ആർക്ക് എണ്ണാൻ പറ്റൂ? അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ട് അവിടെ സ്വർഗം, അവിടെ ജന്നത്തുൽ ഫിർദൗസ്, അവിടെ പിന്നെ പറുദീസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. ഇവിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടുന്ന് പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു, കഷ്ടപ്പെട്ടു.
നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശപിക്കണ്ട. നമ്മൾ ഭാഗ്യവാന്മാരാ. നമുക്ക് പഴയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമീണതയുടെ ആ തോട്ടില് തോർത്തിട്ട് മീൻ പിടിച്ച് പരൽമീന് പിടിച്ച ആ അനുഭവം നമുക്കില്ലേ? പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളേറ്റിട്ട് മുറ്റത്തെ വയലിലെ വരമ്പിലെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന് പാട്ടുപാടാൻ ആ പാട്ട് കേട്ടിട്ട് പുഴ നീന്തി പൂങ്ങുന്നു ചുറ്റുന്ന കാറ്റിന്റെ അകതാരിൽ കസ്തൂരി ഗന്ധം അനുഭവിച്ചുകൊണ്ട് പുഴയിൽ നീന്തി കുളിക്കാൻ, കുളത്തിൽ കുളിക്കാൻ, പച്ചവെള്ളം പാളയിൽ വെള്ളം വലിച്ചിട്ട് നെല്ലിക്ക ചവച്ചിട്ട് കയ്യിൽ ഒഴിച്ചു തരുമ്പം കുടിക്കുമ്പോ ആ നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അതും ആസ്വദിക്കാൻ പറ്റി. ആധുനിക ടെക്നോളജിയുടെ സുഖങ്ങളും ആസ്വദിക്കാൻ പറ്റി. ബിരിയാണി തിന്നാൻ പറ്റി, നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി, നമുക്ക് നല്ല നല്ല സുഖം AC റൂമിൽ കിടക്കാൻ പറ്റി, നല്ല നല്ല വാഹനങ്ങൾ കാണാൻ പറ്റി. നമ്മൾ രണ്ടും അനുഭവിച്ചവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും രണ്ടും അനുഭവിച്ച ഭാഗ്യവാന്മാരാ നമ്മള്. നമ്മുടെ അച്ഛനമ്മമാർക്ക് പുതിയതിന്റെ സൗന്ദര്യവും പുതിയതിന്റെ സൗകര്യവും ഒന്നും കിട്ടിയിട്ടില്ല. അവര് നടന്നിട്ടാ പോയേ. അവർക്ക് മര്യാദയ്ക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമായിട്ട് അവര് മരിച്ചുപോയത്. മരിക്കാത്തവരുണ്ടെങ്കിൽ അവര് ഭാഗ്യവാന്മാര്. എന്നാൽ നമ്മുടെ പ്രപിതാമഹന്മാർക്ക് ആധുനികതയുടെ സൗകര്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പുതിയ പുതിയ തലമുറയിലെ ഫ്രീക്കന്മാരില്ലേ? ഫ്രീക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഫ്രീക്കന്മാരെന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ? അരക്കൊടുക്കുന്ന പാൻറ് ചന്തിന്റെ അടിയിലാക്കി കൊടുക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? അത് തന്നെ ഫ്രീക്കന്മാർ. മുടിയെല്ലാം ഇങ്ങനെയാക്കി വെള്ളനരി ചെത്തിയ പോലത്തെ മുടിയാക്കിയിട്ട് നടക്കുന്ന ഈ ഫ്രീക്കന്മാർക്ക് പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ബാല്യകാലത്തിലെ ബന്ധങ്ങളുണ്ടോ? സൗഹൃദ ബന്ധങ്ങളുണ്ടോ? ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ രണ്ടും കണ്ടവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ഇതുവരെയില്ല ആ ജീവിതം സാർത്ഥകമാണ്. ഇനിയും സാർത്ഥകമാക്കണമെങ്കിൽ നല്ല ഈ മത്തി അയിലയും മാത്രമല്ല, നല്ല നല്ല മീനുണ്ട്, നല്ല നല്ല ഭക്ഷണമുണ്ട്, നല്ല നല്ല യാത്രകൾ പോകണം. യാത്ര പോകാൻ എന്തിനാ? ആരുണ്ട് സഹായം? പൈസ അട്ടിവെക്കണ്ട. കിട്ടിയ ചാൻസിന് ഒന്ന് മൈസൂര് പോയിട്ട് വന്നൂടെ? പൈസ ഞാൻ തരാം, എന്നെ കൂട്ടി മൈസൂര് പോയിട്ട് വന്നൂടെ? ഒന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നൂടെ? ഒന്ന് എറണാകുളത്തേക്ക് വിമാനത്തിൽ മരിക്കുന്ന ഇടയ്ക്ക് ഈ ജന്മത്തിൽ വിമാനത്തിൽ കയറാണ്ട് പിന്നെ അടുത്ത ജന്മത്തിലെ കാര്യങ്ങൾ മട്ടൻ്റെ ഒന്ന് എറണാകുളത്തേക്ക് ഒന്ന് വിമാനത്തിൽ, തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിമാനത്തിൽ പോവാ. 2 മാസം മുമ്പേ ബുക്ക് ചെയ്താൽ 2000 ഉറുപ്പ്യക്ക് പോവാ. ആടെ പോയിട്ട് ഇങ്ങോട്ട് ട്രെയിനും വന്നൂടെ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ എന്ന് അല്ലേ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ? എൻ്റെ അമ്മേനെയും എൻ്റെ ഭാര്യൻ്റെ അമ്മേനെയും ഞാൻ വിമാനത്തിൽ കൂട്ടിയിട്ട് പോയി. ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ, ബോംബെ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ. അവർക്കും ഉണ്ടാവില്ല ഒരു ആഗ്രഹം. അതൊക്കെ പൂർത്തീകരിക്കണം. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. എന്തുകൊണ്ടാ? ഇന്നോ നാളെയോ വിളക്കു കേടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യ പുസ്തകമല്ലോ ജീവിതം.